ഇപ്പൊ ഒട്ടുമിക്ക വീട്ടിലും ഫ്രിഡ്ജിൽ ബീഫ് ഇരിക്കുന്നുണ്ടാവും അല്ലേ? എന്നാൽ അത് സിമ്പിൾ ആയിട്ട് വലിയ ആർഭാടങ്ങളൊന്നും ഇല്ലാത്ത നല്ല സോഫ്റ്റ് ബീഫിൽ ഒരു മന്തി. ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നോണ്ടാ വലിയ ആർഭാടങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞത് കേട്ടോ. ആദ്യം തന്നെ ഈ കാണുന്ന സ്പൈസസ് ഒക്കെ ഒന്ന് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. ഇനി ഒരു കുക്കറിലോട്ട് ബീഫ് ആഡ് ചെയ്ത് എടുത്തിട്ട് അതിലോട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള ഉള്ളിയും ക്യാപ്സിക്കവും മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് നമ്മൾ പൊടിച്ചു വെച്ചിട്ടുള്ള സ്പൈസ് മിക്സും ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് ഓയിലും പിന്നെ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ബീഫ് നല്ലോണം കുക്ക് ചെയ്തെടുക്കണം. ഓരോ ബീഫിനനുസരിച്ച് വിസിലിന്റെ എണ്ണത്തിലും വ്യത്യാസം ഉണ്ടായിരിക്കും കേട്ടോ. ഇനി നോർമലി ചെയ്യുന്ന പോലെ റൈസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. റൈസ് ഒരു 90% കുക്കായി വന്നാൽ അതൊന്ന് ഊറ്റി മാറ്റാം. ഇനി കുക്കായിട്ട് വന്നിട്ടുള്ള ബീഫിനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് മാറ്റുന്നുണ്ട്. നെക്സ്റ്റ് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ആദ്യം കുറച്ച് റൈസ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിന്റെ മുകളിലോട്ട് നമ്മൾ നേരത്തെ ഗ്രേവി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പ്രോസസ്സ് നമുക്ക് റൈസും ഗ്രേവിയും തീരുന്നത് വരെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി ലാസ്റ്റ് കുറച്ച് ഗീയും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ബീഫും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് ഒരു ഹാഫ് ആൻ അവർ അങ്ങനെ ഇരിക്കട്ടെ. ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പുകപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പൊ നമ്മളെ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിന്റെ റൈസ് ഒക്കെ നല്ല ഫ്ലേവർഫുൾ ആണ് കേട്ടോ. മന്തി ലവേഴ്സ് ഫ്രിഡ്ജിലെ ബീഫ് തീരുന്നതിന്റെ മുന്നേ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കിക്കോളിട്ടാ. നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടാവും.